ഒന്നാം ദിവസം 217 റൺസും 17 വിക്കറ്റും. ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ആദ്യ ടെസ്റ്റിന്റെ ആദ്യത്തെ ദിവസം തന്നെ ഞെട്ടിക്കുന്ന സംഭവ വികാസങ്ങളാണ് പെർത്തിൽ അരങ്ങേറിയത്. ടോസ് നിർണായകമായ മത്സരത്തിൽ ഇന്ത്യക്ക് ടോസ് കിട്ടി ബാറ്റിംഗിന് ഇറങ്ങി. ആദ്യത്തെ ദിവസം പെർത്തിൽ റൺസ് മഴ മോഹിച്ചിറങ്ങിയ ഇന്ത്യക്ക് വലിയ തിരിച്ചടിയാണ് കങ്കാരുപ്പടയുടെ ഭാഗത്തു നിന്നും കിട്ടിയത്. 50 ഓവർ പൂർത്തിയാക്കുന്നതിന് മുമ്പേ 150 റൺസിന് ഇന്ത്യയുടെ എല്ലാവരും കൂടാരം കയറി. രാഹുലും പന്തും ആദ്യ മത്സരം കളിക്കുന്ന നിതീഷ് റെഡ്ഡിയും മാത്രമാണ് ഒന്ന് പൊരുതി നോക്കാനെങ്കിലും ശ്രമിച്ചത്. സുനിൽ ഗവാസ്കർ വിചാരിച്ചിട്ടുണ്ടാവും താൻ പറഞ്ഞത് അക്ഷരം പ്രതി ശരിയായെന്ന്. ഇന്ത്യ ഇതാ പെട്ടെന്ന് തന്നെ കങ്കാരുപ്പടയുടെ മുന്നിൽ മുട്ടുകുത്താൻ പോകുന്നു. എന്നാൽ കണ്ടത് വെറും ട്രെയിലർ മാത്രമെന്നാണ് ഇന്ത്യൻ ക്യാപ്റ്റൻ ബുംറ സുനിൽ ഗവാസ്കറിനോട് പറയാതെ പറഞ്ഞത്. ഓസ്ട്രേലിയയിലെ 27 ഓവർ കഴിഞ്ഞ് ഇന്നത്തെ ദിവസം അവസാനിച്ചപ്പോൾ കങ്കാരുപ്പടയ്ക്ക് ചേർക്കാൻ പറ്റിയത് 67 റൺസ്. നഷ്ടമായതോ നിർണായക 7 വിക്കറ്റുകൾ. ഇന്ത്യൻ ക്യാപ്റ്റൻ ആദ്യം എടുത്തത് മക്സീനിയുടെ വിക്കറ്റാണ്. അതിനുശേഷം തുടരെ 2 ബോളിൽ ക്വാജയും സ്മിത്തും പുറത്ത്. അത് കഴിഞ്ഞ് ആക്രമിച്ച് കളിക്കാൻ ശ്രമിച്ച ട്രാവസ് ഹെഡിനെ ഹർഷദ് റാണ ബൗൾഡാക്കിയപ്പോൾ മിച്ചൽ മാർഷിനെയും പൊരുതി നിന്ന ലാബഷേനെയും പുറത്താക്കി സിറാജും ഒട്ടും മോശമാക്കിയില്ല. അവസാനം ഇന്നത്തെ കളി അവസാനിക്കാൻ 3 ഓവർ ബാക്കി നിൽക്കെ ക്യാപ്റ്റൻ കമൻസിനെയും പുറത്താക്കി ബുംറ തൽക്കാലം ഇന്നത്തെ വേട്ട അവസാനിപ്പിച്ചു. നിലവിൽ 83 റൺസ് അകലെയാണ് ഓസ്ട്രേലിയ ഇപ്പോഴും ഉള്ളത്. 1952 ശേഷം ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് പെർത്തിൽ ആദ്യത്തെ ദിവസം 17 വിക്കറ്റുകൾ പോകുന്നത്. ബാറ്റ്സ്മാൻമാരെ സംബന്ധിച്ച് വളരെ പാടാണ് നിന്ന് കളിക്കാൻ. ഇടയ്ക്ക് പ്രെഡിക്റ്റ് ചെയ്യാത്ത രീതിയിൽ വരുന്ന ബൗൺസുകൾ, ഇതെല്ലാം ബാറ്റ്സ്മാൻമാരുടെ ഉറക്കം കെടുത്തുന്ന ഒന്നാണ്. എങ്ങനെയെങ്കിലും റണ്ണ് കണ്ടെത്തുക മാത്രമാണ് ഇതിൽ ചെയ്യാൻ പറ്റുന്നത്. അതാണ് ഋഷഭ് പന്തും നിതീഷ് റെഡ്ഡിയും കൂടി ഇന്ത്യക്ക് വേണ്ടി നൽകിയതും. ഇരുവരും ചേർന്ന് നേടിയ 48 റൺസ് കൂട്ടുകെട്ടാണ് ഇന്ത്യയുടെ ടോട്ടൽ 150ലേക്ക് കൊണ്ടുപോയത്. അവസാനം നിതീഷ് റെഡ്ഡി പുറത്തായപ്പോൾ 59 പന്തിൽ 41 റൺസ് എടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. എന്തായാലും ഇന്നത്തെ ഇന്ത്യയുടെ കളി അക്ഷരാർത്ഥത്തിൽ ഗവാസ്കർ പറഞ്ഞതിനുള്ള മറുപടിയായിരുന്നു. അതിന് തുടക്കം കുറിച്ചതോ ക്യാപ്റ്റൻ ബുംറ തന്നെ. എന്തായാലും നാളത്തെ ദിവസം ഇന്ത്യയെ സംബന്ധിച്ച് വളരെ നിർണായകമാണ്. എത്രയും പെട്ടെന്ന് ഓസ്ട്രേലിയ പുറത്താക്കി നല്ലൊരു ടീം ടോട്ടൽ കണ്ടെത്താൻ ഇന്ത്യ ശ്രമിക്കണം. അങ്ങനെ ശ്രമിച്ചാൽ പെർത്തിൽ ഇന്ത്യക്ക് ചരിത്രം സൃഷ്ടിക്കാം. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഗവാസ്കറിനുള്ള മറുപടിയായിരുന്നോ ഇന്ത്യൻ ടീമിന്റെ ഇന്നത്തെ തിരിച്ചുവരവ്? കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ മറക്കണ്ട.